ഹലോ നമസ്കാരം, എൻ്റെ പേര് ചൈതന്യ. ഞാൻ ബയോമെഡിക്കൽ എഞ്ചിനീയറാണ്. ഞാൻ പാലക്കാട് വർക്ക് ചെയ്യുന്നത്. ഞാൻ അനസാറിൻ്റെ ക്ലാസ്സൊക്കെ എപ്പോഴും കാണാറുണ്ട്. ക്ലാസ്സൊക്കെ വളരെ മോട്ടിവേറ്റീവാണ്. നമുക്കിപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു ബിസി ഷെഡ്യൂളിൽ വീട്ടിൽ പാരൻസ്, അതായത് അച്ഛനും അമ്മയും എല്ലാവരും രണ്ടുപേരും വർക്കിന് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടുപേർക്കും രണ്ട് പ്രൊഫഷനായിരിക്കാം, ടൈമിങ്സും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഗിൽറ്റി ഫീലാണ്, നമ്മുടെ കുട്ടികളോട് അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരുമായിട്ട് എന്താ പറയുക കുറച്ച് കളിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് എന്താ പറയുക മെൻ്റലി ഡിപ്രഷനും ഒരു ഒറ്റപ്പെടൽ ഫീൽ ഒക്കെ വന്നിട്ടുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് രണ്ടുപേർക്ക് ജോലി ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ജീവിക്കാനെങ്കിലും പറ്റുള്ളൂ. സോ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർ നമ്മൾ അപ്പോൾ ഏത് സമയത്താണ് കൂടുതൽ കുട്ടികളോട് നന്നായിട്ട് ഇടപഴകേണ്ടത്, അതായത് കുട്ടികളോട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്? നമുക്ക് ആകെ കിട്ടുന്നത് വൈകുന്നേരം ആയിരിക്കും, പക്ഷേ അതിൽ നമ്മൾ അവരുടെ സ്കൂൾ ഹോംവർക്ക് ഇതെല്ലാമായിട്ടൊക്കെ നമ്മൾ പോകും. പക്ഷെ എന്നാലും അവരോടൊരു നല്ലൊരു സമയം, നല്ലൊരു ക്വാളിറ്റി ടൈം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഓക്കെ, നല്ലൊരു ചോദ്യം. പാരൻസ് മക്കളോടൊപ്പം പരമാവധി സമയം ചെലവഴിക്കുക എന്നുള്ളത് പാരൻറ്റിങ്ങിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ദിവസത്തിൽ ഏറ്റവും കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും നിർബന്ധമായും മക്കളോടൊപ്പം ചെലവഴിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇവിടെയാണ് ചൈതന്യ മാഡത്തിൻ്റെ ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി. ആ 20 മിനിറ്റ് ഏത് സമയത്ത് മക്കളോടൊപ്പം ചെലവഴിക്കുന്നതാണ് കൂടുതൽ ഉചിതം എന്നൊരു ചോദ്യം വേണമെങ്കിൽ അതിൽ ഉൾപ്പെടുത്താം. അതായത് ഇന്ന സമയം ആണ് മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് നല്ലത് എന്നൊന്നുമില്ല, ഏത് സമയത്ത് വേണമെങ്കിലും ചെലവഴിക്കാം. എങ്കിൽ തന്നെയും ഏറ്റവും പ്രീഷ്യസ് ആയ ഒരു 3 സമയം പറയുന്നുണ്ട്. അതിൽ ഒന്ന്, രാവിലെ മക്കൾ എഴുന്നേൽക്കുന്നതിന് തൊട്ട് മുമ്പുള്ള എഴുന്നേൽക്കുന്ന സമയം. ആ സമയത്ത് അച്ഛനോ അമ്മയോ അവരോടൊപ്പം ഇരുന്ന് അവരെ വിളിച്ചുണർത്തുക, തഴുകി തലോടി അവരെ വിളിച്ചുണർത്തുക. ശേഷം അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന, ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു സമയമാണത്. അതുകൊണ്ട് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു സമയം. പലപ്പോഴും അത് പല വീടുകളിലും സാധിക്കാറില്ല. കാരണം അമ്മമാരും അച്ഛന്മാർക്ക്, പ്രത്യേകിച്ച് അമ്മമാർ, വീട്ടിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ളൊരു സമയമാണ്, ജോലി തിരക്കുള്ളൊരു സമയമാണ് ഈ രാവിലെ എന്ന് പറയുക. ആ സമയത്താണ് അമ്മ അടുക്കള ജോലിക്കിടയ്ക്ക് ക്ലോക്കിലേക്ക് നോക്കുന്നു, അപ്പോൾ സമയം ഒത്തിരി മുന്നോട്ട് പോയിരിക്കുന്നു. ഓടിപ്പോയി കുട്ടി കിടക്കുന്ന മുറിയുടെ വാതിൽ വലിച്ചു തുറന്ന് ഒരൊറ്റ അലർച്ചയും ബഹളമായിരിക്കാം, നീ എന്ത് കിടപ്പാണ് കിടക്കണത്, എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്ന ടൈമായി, വണ്ടി വരാറായി, എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ ആകെ ബഹളം ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഒരിക്കലും അങ്ങനൊരു ബഹളം ഉണ്ടാക്കി മക്കളെ വിളിച്ച് എഴുന്നേൽപ്പിക്കരുത്. അവരോടൊപ്പം രാവിലെ അവർക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി, ഒരു സന്തോഷം, സമാധാനം അവരുടെ ഒരു ദിവസം മൊത്തം നീണ്ടു നിൽക്കും എന്നുള്ളതാണ് സത്യം. പിന്നെ രണ്ടാമത് പറയുന്ന സമയം മക്കൾ സ്കൂൾ വിട്ടു വരുന്ന സമയത്താണ്. അവർ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന ആ സമയത്ത് അവരുടെ ബാഗ് വാങ്ങിച്ച് വീട്ടിൽ വെച്ചതിന് ശേഷം അടുത്തൊരു ജോലിക്ക് പോകുന്നതിന് മുമ്പ് നേരെ അവരെ അടുത്തിരുത്തിയിട്ട് അവരോടൊപ്പം ഒരു കുറച്ച് നേരം സംസാരിക്കുക. കാരണം അവരൊരു മടുപ്പോടുകൂടിയാണ് സ്കൂളിൽ നിന്ന് വരുന്നത്. ഒന്ന് ഈ ബാഗൊക്കെ ചുമന്നുകൊണ്ട് വന്നൊരു മടുപ്പുണ്ടാവാം, വണ്ടിയിൽ യാത്ര ചെയ്ത് വന്ന ഒരു ക്ഷീണം ഉണ്ടാവാം, അതേപോലെ സ്കൂളിൽ കുട്ടികളായിട്ടുള്ള എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ, ടീച്ചർ പഠിപ്പിച്ചത് വഴക്ക് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അവർക്ക് പരാതികൾ, അവലാതികളൊക്കെ പറയാനുണ്ടാവാം. അപ്പം സ്കൂൾ വിട്ട് വന്ന ഉടനെ തന്നെ നേരെ അവരെ അടുത്തിരുത്തിയിട്ട് അവരോട് കുറച്ച് സംസാരിക്കുക. അവർക്ക് നമുക്കറിയാം, ശ്രദ്ധിച്ചാലറിയാം, മക്കൾ ഏറ്റവും കൂടുതൽ വാചാലരാകുന്ന ഒരു സമയമാണത് ഈ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത്. ആ സമയത്ത് കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുക എന്ന് നമ്മൾ രണ്ടാമത് പറയാം. പിന്നെ പലപ്പോഴും ഇൻ കേസ് നമ്മൾ ഈ അച്ഛനോ അമ്മയോ മക്കൾ സ്കൂൾ വിട്ടുന്ന സമയത്ത് വീട്ടിലുണ്ടാവണം നിർബന്ധമില്ല, ജോലിക്ക് പോയിരിക്കുന്ന അച്ഛനോ അമ്മയൊക്കെ ആവാം. അത്തരം കേസുകളിൽ അച്ഛനോ അമ്മയോ എപ്പോഴാണോ വീട്ടിലേക്ക് എൻ്റർ ആവണത്, ചിലപ്പോൾ അവർ ജോലി കഴിഞ്ഞ് വരണത് വൈകുന്നേരം 5:30 കരുതുക, അവർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നേരെ വീട്ടിലേക്ക് വന്നു ആദ്യം കുട്ടിയെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് അന്നത്തെ വിശേഷങ്ങൾ ചോദിച്ചറിയുക. അതിനുശേഷം അടുത്തൊരു ജോലിയിലേക്ക് പോവുക. അപ്പം കുട്ടിയുടെ മനസ്സിൽ നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാക്കാൻ പറ്റും, അച്ഛനോ അമ്മയോ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം പരിഗണിക്കുന്നത് എന്നെയാണ്, എൻ്റെ വിശേഷങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നത് എന്നൊരു ബോധ്യം കുട്ടിയിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത് നമ്മൾ പറയുന്നത്, കുട്ടി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കുട്ടികളെ അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് അവർക്ക് ഉറങ്ങാനുള്ള ഏറ്റവും നല്ലൊരു സുഖനിദ്ര പ്രദാനം ചെയ്യാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അത് പല പ്രായത്തിലുള്ള കുട്ടികളാണ് എങ്കിൽ, അതായത് ഒരു പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ഒന്നിച്ച് സമയം ചെലവഴിക്കാം, പല പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് പല സമയം വിധിച്ചു കൊടുത്തുകൊണ്ട് അവരോടൊപ്പം ചെലവഴിക്കുക എന്നുള്ളതാണ്. അതായത് ഉറങ്ങാൻ പോകുന്ന കുട്ടി എപ്പോഴും വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും മാത്രമാണ് ഉറങ്ങാൻ പോവേണ്ടത്. കുട്ടികൾ നല്ല മുതിർന്നവരായാലും ഉറങ്ങാൻ പോകുന്ന സമയം വളരെ മനസ്സ് ഹാപ്പി ആയിരിക്കണം എന്നാണ് പറയുക. അതിന് മറ്റൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ചില കുട്ടികൾ വളരെ അപൂർവമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി, വഴക്കുണ്ടാക്കി, അച്ഛനമ്മ അടിയെ കൊടുത്ത് കരഞ്ഞു വിളിച്ചു പോയി കിടന്ന് ഉറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരിക്കലും അത് കുട്ടികളായാലും മുതിർന്നവരായാലും കരഞ്ഞുകൊണ്ട് പോയി കിടന്നുറങ്ങാനുള്ള ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാക്കരുത്. കാരണം നമ്മൾ നോർമൽ ടൈമിൽ, പകൽ ടൈമിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ ആ കരഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു കരച്ചിലിൻ്റെ സങ്കടം എല്ലാം മാറും. പക്ഷേ മുതിർന്നവരായാലും കുട്ടികളായാലും
കരഞ്ഞുകൊണ്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നേരം വെളുത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പം ആ കരച്ചിലിൻ്റെ സങ്കടം വൈഷമ്യം മാറണം നിർബന്ധമില്ല. ആ സങ്കടം മാറാൻ വേണ്ടി മനസ്സിൻ്റെ ഒരു വിമിഷ്ടം, മനസ്സിൻ്റെ ഒരു ഭാരം മാറാൻ വേണ്ടി ചിലപ്പം 1-2 ദിവസം വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ഒരിക്കലും കുട്ടികൾ കരഞ്ഞുകൊണ്ട് അവർ കിടന്നുറങ്ങാനുള്ള അവസരം ഉണ്ടാക്കരുതെന്നാണ് പറയാം. അതേപോലെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ പണ്ട് നമ്മുടെ മുത്തശ്ശി കഥകളൊക്കെ പറഞ്ഞ് മക്കളെ ഉറക്കി അടുത്തിരുത്തി ഉറക്കിക്കൊണ്ടിരുന്ന വല്യച്ഛനോടും വല്യമ്മയോടൊക്കെ കുട്ടികൾക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. അന്നും ഇന്നും ഉണ്ടത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവർ മക്കൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ആ കഥകൾക്കല്ല പ്രാധാന്യം, അവർ മക്കൾ കൊണ്ട് ചെലവഴിക്കുന്ന ആ സമയത്തിനാണ് പ്രാധാന്യം. മക്കൾ ഉറങ്ങുന്ന സമയത്ത് അവരുടെ ഒരു സാന്നിധ്യം സമീപം കിട്ടുക എന്ന് പറയുന്ന ആ ഒരു സമയത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് അവർക്ക് എപ്പോഴും അച്ഛനോ വല്യച്ഛനോടും വല്യമ്മയുടെയൊക്കെ ആ ഒരു അത്ര മാത്രം ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ 3 സമയങ്ങൾ, രാവിലെ മക്കൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ്, സ്കൂൾ വിട്ട് വരുന്ന സമയത്ത്, വൈകുന്നേരം ഉറങ്ങുന്ന സമയത്ത്, ഈ 3 സമയം പറ്റിയാൽ മക്കളോടൊപ്പം ചെലവഴിക്കുക. പറ്റിയില്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സമയം നിർബന്ധമായിട്ടും മക്കളോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. യു വിൽ ഗെറ്റ് എ വണ്ടർഫുൾ റിസൾട്ട്.